സ്ലീവ് തയ്ക്കാനുള്ള മെറ്റീരിയൽ നമ്മൾ ഇതാ 4 ആക്കി മടക്കി, ഞാൻ ഇവിടെ 2 ആക്കിയാണ് മടക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒറ്റ സ്ലീവിനുള്ളതുള്ളൂ. വേറെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടോ മാർക്ക് ചെയ്യാം. എത്ര മാർക്ക് ചെയ്യേണ്ടി നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഫ് സ്ലീവിലേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇറക്കിയതിന് ശേഷം എൻ്റെ കൈക്കുഴി ഫ്രണ്ടിൽ തളർന്നപ്പോൾ എനിക്ക് 10 ആണ് കിട്ടിയത്. 10ൽ നിന്ന് 1 കുറച്ച് 9 ഞാനിവിടെ നോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഞാനിവിടെ 9 മാർക്ക് ചെയ്തു. പിന്നെ ഞാൻ പറയാണ്, എൻ്റെ സൈസ് മീഡിയം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ താഴത്തേക്ക് ഇറക്കെടുക്കേണ്ടത് അതായത് 35 to 40 വരെ ബ്രസ്റ്റ് സൈസ് ഉള്ളവർ ഇവിടേക്ക് ഒരു 3.5 ഇറക്കെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് അടയാളപ്പെടുത്താം കേട്ടോ. എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താം. അപ്പം എനിക്ക് വേണ്ടത് 3.5 ആണ്. അപ്പം ഞാനിവിടെ 3.5 അടയാളപ്പെടുത്തി. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് നീട്ടുള്ള കൈയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 9ന് മുകളിലുള്ള കൈയാണ് എടുക്കുന്നത്, 9 ഇഞ്ചിന് മുകളിലുള്ള കൈയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടത്. അതല്ല, ഞാനൊരു 9ന് താഴെ എനിക്കൊരു 7 അല്ലെങ്കിൽ ഒരു 6, അപ്പം ഞാനൊരു 6 ആണ് കൈയുടെ നീട്ടെടുക്കണമെന്ന് വിചാരിക്കാം. അപ്പം എനിക്ക് വേണ്ടത് 6ന്റെ പകുതി എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. നാം ഹോളിൻ്റെ അത് വരച്ചു കൊടുക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് നീട്ടുള്ള കൈ എടുക്കുന്നതുകൊണ്ടാണ് ഈ കണക്ക്. ഇതിന് ഓരോ കണക്കുകളുണ്ട്. 35 to 40 വരെയുള്ളവർക്ക് ഒരു 3.5, 35ന് താഴെ 30 മുതൽ 35 വരെയുള്ളവർക്ക് നമ്മൾ 3 കൊടുക്കും, അതിൽ താഴെയുള്ളവർക്ക് 2.5, അത് 40ന് മേലുള്ളവർക്ക് 4, അങ്ങനെയാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എത്രയാണ് നമുക്ക് ലെങ്ത് ഇത് ഇറക്കം വേണ്ടേ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 9ന് മേലെ ഒരു 10 ഒക്കെയാണ് കൊടുക്കുന്നത്. ഇതാ 10 ഒക്കെയാണ് ഞാനിവിടെ കൊടുക്കുന്ന ഇറക്കം. അപ്പോൾ 10 ഇറക്കം കൊടുത്തുകൊണ്ട് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ പോവാണ്. 10 ആണ് എൻ്റെ സ്ലീവ് റൗണ്ട് താഴെ വരുന്നത്, ഒരു 9 ആണ് കേട്ടോ. അപ്പോൾ 9 ആകുമ്പോൾ എത്രയാണെന്ന് നോക്കി നോക്കാം. അതായത് നമ്മുടെ സ്ലീവ് റൗണ്ട് അളന്നെടുക്കുക, ആ സ്ലീവ് റൗണ്ട് ഇവിടെ അടയാളപ്പെടുത്താം. സ്ലീവ് റൗണ്ടിന്റെ പകുതി 9 എന്ന് പറയുമ്പോൾ ഒരു 4.5, 5 വരെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 5.5 വരെ അടയാളപ്പെടുത്തി. ഇനി അത് ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുവരെ ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, ഇവിടെ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് വിട്ട് ഇവിടെ നിന്ന് ഞാൻ 1 ഇഞ്ച് വിടുന്നു. ഇത് സ്കെയിൽ, ഇപ്പം ഞാനിവിടെ സ്കെയിൽ കാണിക്കുന്നുള്ളൂ, ശരിക്കും നമ്മൾ ടേപ്പ് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ. 1 ഇഞ്ച് വിട്ടുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുക്കാം. അതാണ് നമ്മൾ ആം ഹോൾ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മൾ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പഫ് സ്ലീവിനാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ പഫ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അതായത് നമുക്ക് എത്ര പൊന്തിച്ച് വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇവിടെ കയറ്റി ഇറക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വരെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ 3, 4, 5 അത്രയൊക്കെ കൊടുക്കട്ടെ, നമ്മുടെ ഇഷ്ടമാണത്. അപ്പം ഞാനിവിടെ ഒരു 3 വരെയാണ് കൊടുക്കുന്നത്. എനിക്ക് അത്രയും പഫ് മതി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര പൊക്കൽ വേണം അതിനനുസരിച്ച് കൊടുക്കാം. ഇവിടെ എനിക്ക് വേണ്ടത് 3.5 ആണ്. ഇവിടെ 3.5 അടയാളപ്പെടുത്തി ഇവിടെ നിന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇവിടെ നിന്നും നമ്മളിതാ ഇങ്ങനെ വരച്ചുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക, അതുപോലെ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം. അതിനുശേഷം ഇവിടെ നമ്മൾ ഞെറിവ് പിടിച്ചുകൊണ്ട് പഫ് അടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ സ്ലീവിൻ്റെ അടുത്ത് എത്തും. ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രം പഫ് അടിച്ചു കൊടുക്കാം. അങ്ങനെ അപ്പുറത്തെ സൈഡും ചെയ്യാം.